അടച്ച് കരമുയർത്തി കർത്താവ് ഈ ദിവസങ്ങളിൽ ഈ കുടുംബങ്ങളെ തൊടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എല്ലാവരും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ച് നിങ്ങൾ ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് ദൈവ സാന്നിധ്യം വിടുതലായി ഇറങ്ങുകയാണ്. നിങ്ങളുടെ വിഷയങ്ങൾക്കും പരിഹാരമാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ചില ഹൃദയങ്ങൾ ഇപ്പോൾ ആശ്വാസമാകട്ടെ. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില കുടുംബങ്ങൾ ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ. ദുരാത്മബാധകളാലും രോഗങ്ങളാലും ഭാരപ്പെടുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ സൗഖ്യത്തെ, വിടുതലിനെ ശരീരത്തിൽ സ്വീകരിക്കട്ടെ. കടഭാരങ്ങളാൽ ഞെരുങ്ങുന്ന കുടുംബങ്ങൾ ഇപ്പോൾ സമാധാനത്തിലേക്കും ആശ്വാസത്തിലേക്കും എത്തട്ടെ. കർത്താവേ, ഡിപ്രഷൻ സ്പിരിറ്റുകളെ ശാസിക്കുന്നു. ആമേൻ. ആങ്സൈറ്റികളെ ശാസിക്കുന്നു. ആത്മഹത്യ പ്രവണതകളെ ശാസിക്കുന്നു. ഡിവോഴ്സ് സ്പിരിറ്റുകളെ ശാസിക്കുന്നു. വിടവുകൾ ഇന്നിടുന്ന ഹൃദയങ്ങൾക്കകത്ത്, കുടുംബങ്ങൾക്കകത്തിടുന്ന വിടവുകളെ ഞങ്ങൾ ശാസിക്കുന്നു. തെറ്റിദ്ധാരണകളെ ഞങ്ങൾ ശാസിക്കുന്നു. കുറ്റബോധങ്ങളെ ഞങ്ങൾ ശാസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിലേക്ക് മടങ്ങി വരാൻ കഴിയാതെ വണ്ണം പിന്മാറ്റ മനോഭാവങ്ങളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. ഹല്ലേലൂയ. ലഹരിയുടെ സ്പിരിറ്റിനെ ഞങ്ങൾ ശാസിക്കുന്നു. അനുസരണക്കേടിനെ ഞങ്ങൾ ശാസിക്കുന്നു. ഹല്ലേലൂയ. ദേശത്ത് വലിയ സമാധാനത്തിൻ്റെ അന്തരീക്ഷങ്ങൾ ആത്മാവിൽ പകരപ്പെടട്ടെ. വലിയ സന്തോഷത്തിൻ്റെ അലകൾ ദേശത്തിൻ്റെ പലയിടങ്ങളിൽ വ്യാപരിക്കട്ടെ. ഞങ്ങളെ മീഡിയയിലൂടെ വീക്ഷിക്കുകയും ഞങ്ങളോട് പ്രാർത്ഥന അപേക്ഷിക്കുകയും ചെയ്ത എല്ലാ കുടുംബത്തെയും എല്ലാ വ്യക്തികളെയും ഇപ്പോൾ പരിശുദ്ധാത്മാവ് തൊട്ടതിനായി പ്രാർത്ഥിക്കുന്നു. വലിയ സമാധാനം ഹൃദയത്തിൽ, ശരീരത്തിൽ, സമ്പത്തിൽ, സന്തോഷങ്ങളിൽ കണ്ടെത്താൻ കഴിയുന്ന രീതികളിൽ പരിശുദ്ധാത്മാവ് വലിയ പരിവർത്തനം ചെയ്തതിനായി സ്തോത്രം. ശാപക്കെട്ടുകൾ ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂശിലെ രക്തത്താൽ മുറിയപ്പെടുമാറാകട്ടെ. ക്രൂശിലെ വെളിപ്പെട്ട അടിപ്പിണരികളുടെ ശക്തിയാൽ രോഗങ്ങൾ പൂർണ്ണമായി സൗഖ്യമാകട്ടെ. വലിയ സമാധാനങ്ങൾ ഭവനത്തിനകത്തുണ്ടാകട്ടെ. വർഷങ്ങൾ കൊണ്ട് മുടങ്ങിയ വിവാഹാലോചനകൾ വലിയ ദൈവീയ കണക്ഷൻസുകളിൽ അത് നേരെയായി തീരട്ടെ. നല്ല ബന്ധങ്ങൾ അവർക്ക് ദൈവം കൊടുക്കട്ടെ. കുടുംബത്തിൻ്റെ അന്തരീക്ഷങ്ങൾ നരകമായിരിക്കുന്നവർ ഇപ്പോൾ സ്വർഗമാകുന്ന നിലവാരത്തിൽ യേശുവിനെ സ്വീകരിക്കട്ടെ. കർത്താവേ, നാട്ടിൽ പേരുദോഷമുള്ളവരുടെ ആ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി, ഞങ്ങളെ കാണുന്ന എല്ലാവർക്കും വേണ്ടി, ഞങ്ങളോട് പ്രാർത്ഥന റിക്വസ്റ്റ് അറിയിച്ച സകലർക്കും വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളും വലിയ സൗഖ്യത്തെ സ്വീകരിച്ചതിനായി സ്തോത്രം. യേശു മുഖാന്തരം വിടുതലയച്ചതിനായി നന്ദി. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവ് എല്ലാവരെയും തൊട്ടതിനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരു വാക്യം നിങ്ങളുടെ അകത്തേക്ക് ഞാൻ കൊണ്ടുവരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഭാഗത്ത് നിന്ന് അല്പം ഒന്ന് വേറിട്ട്, ഇത് ഞായറാഴ്ചയുടെ ഒന്നാമത്തെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇങ്ങനെ ഒരു സന്ദേശം നിങ്ങളിൽ പറയണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ഈ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നത്. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യം. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ചു. ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങിപ്പോവാൻ തന്റെ മരുമക്കളോട് കൂടെ പുറപ്പെട്ടു. അങ്ങനെ അവൾ മരുമക്കളുമായി പാർത്തിരുന്ന സ്ഥലം വിട്ട് യഹൂദാ ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ യാത്രയായി. പ്രൈസ് ദി ലോർഡ്. വചനം ദുർബലമായ ഒരു കാലഘട്ടമാണ് ന്യായാധിപന്മാരുടെ കാലഘട്ടം. ഒത്തിരി ന്യായാധിപന്മാർ ഭരണം നടത്തിയ, ന്യായപാലനത്തിലൂടെ ദൈവിക വെളിപ്പാടുകളും
ദൈവശബ്ദങ്ങളും ജനത്തെ കേൾപ്പിച്ച് അവരെ ദൈവത്തിലേക്ക് അടുപ്പിച്ച ഒരുപാട് ന്യായാധിപന്മാരെ കാണാൻ പറ്റും. ആമേൻ. അതിനകത്ത് പ്രായമായവരുണ്ടായിരുന്നു, വളരെ ചെറിയ പ്രായത്തിലുണ്ടായവരുണ്ടായിരുന്നു, സ്ത്രീകളും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇപ്പം കർത്താവിൻ്റെ ശുശ്രൂഷകൾ ചെയ്യാൻ ഒരാൾ ഒരുക്കത്തോടെ നിന്നാൽ അവരെ ദൈവം ഉപയോഗിക്കുമെന്ന് പാലനം നടത്തിയ ന്യായാധിപന്മാരുടെ ചരിത്രത്തിൽ നിന്ന് പഠിക്കാൻ കഴിയും. ഹല്ലേലൂയ. ദൈവം ഓരോരുത്തരെ എഴുന്നേൽപ്പിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ആ വാക്കിന് രാമൻ പറഞ്ഞാട്ടെ, നല്ലൊരു പദമാണ്. ദൈവം ഓരോരുത്തരെ, ഒരു കൂട്ടത്തെ പിടിക്കേണ്ടതിന്, ഒരു കൂട്ടത്തെ നേരെയാക്കേണ്ടതിന്, അല്ലെങ്കിൽ തന്നെ പിൻപറ്റുന്ന ദൈവജനമായ, അല്ലെങ്കിൽ തലയ്ക്ക് മീതെ, അല്പം കൂടെ ഒരു നല്ല വാക്കതാ, തലയ്ക്ക് മീതെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രോമിസ് ഉള്ളവർ അവരുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ വഴിവിട്ട് അവർ ഇടത്തോട്ടോ വലത്തോട്ടോ മാറി വിഗ്രഹങ്ങളെയോ അടുത്തുള്ള ജാതീയ ആചാരങ്ങളെയോ പിൻപറ്റുന്ന ഒരു ജീവിത ശൈലി അഡോപ്റ്റ് ചെയ്യുമ്പോൾ, സ്വീകരിക്കുമ്പോൾ ദൈവം അവരുടെ ഇടയിൽ നിന്ന് ഒരാളെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ഇപ്പോഴും ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവാ. ആമേൻ. ഹല്ലേലൂയ. ഈ മുണ്ടക്കയത്തിൽ നിന്ന് ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവാ. ഹല്ലേലൂയ. നല്ല ഹല്ലേലൂയ പറഞ്ഞാണ്ട് ദൈവം ഈ ചർച്ചിൽ നിന്ന് ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിന്ന് ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഈ ദൂത് ഈ ദിവസങ്ങളിൽ അന്വർത്ഥമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ എത്ര പാരലൈസ് ആണെങ്കിലും ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാവിലെ അതൊരു ചെറിയ ദൂതായിട്ട് ഞാൻ കാണുന്നില്ല. ഏത് വിഷയത്തിനകത്താണോ നിനക്ക് എഴുന്നേൽക്കാൻ പറ്റാതായിരിക്കുന്നത്, ആ വിഷയത്തിനകത്ത് നീ എഴുന്നേറ്റ് നിൽക്കാൻ പോവുകയാണ്. ഏത് വിഷയത്തിനകത്താണോ നിനക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തത്, ഹല്ലേലൂയ, ഏതോ ഒരു സ്ഥലത്ത് പിടിച്ചൊതുക്കിയത് പോലെ നിന്നെ നിർത്തിയിരിക്കുന്ന സ്ഥലം വിട്ട് നീ ആത്മാവിൽ മൂവ് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇത് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് കൊണ്ടാണ് ഈ സന്ദേശം ഇങ്ങനെ ഒരു റൂട്ടിലേക്ക് തിരിയുന്നത്. ഞാൻ ചർച്ചിനോട് പറയുന്നു, എവിടെയോ കുരുങ്ങിപ്പോയെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ കുരുക്കിൻ്റെ സകല ശക്തിയെയും ഹല്ലേലൂയ അതിജീവിക്കാൻ ഒരു കരുത്ത് നിന്റെ മേൽ അയക്കപ്പെട്ട ആത്മാവിനാൽ നിർമ്മിതമായിട്ടുണ്ട്. അതുകൊണ്ടാണ് കൈകാലുകൾ ആമത്തിൽ പൂട്ടപ്പെട്ടിട്ടും നാവ് ചലിപ്പിച്ചു ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായ അഭിഷിക്തന്മാരുടെ നാവുകൾ ആ കാരാഗ്രഹത്തിനകത്ത് ഉയർന്നപ്പോൾ അതിൻ്റെ അടിസ്ഥാനങ്ങളെ കുലുക്കാൻ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടത്. ഇന്ന് പകല് ഞാൻ പറയുന്നു, ഹല്ലേലൂയ, ചിലതിനെ കുലുക്കി നീ പുറത്തു വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തൻ്റെ ശക്തി ഒളിപ്പിച്ചു വെച്ചത് എവിടെയാണെന്ന് തിരിച്ചറിവ് കിട്ടിയ ഹല്ലേലൂയ ആ ശത്രു സൈന്യം ഹല്ലേലൂയ ശിംശോനെ പിടിച്ചൊതുക്കി. ഹല്ലേലൂയ. ദാഗോന്റെ ദേവാലയത്തിനകത്ത് തൂണുകൾക്കകത്ത് ഇരു കൈകളും വലിച്ച് കെട്ടി, കാലുകളും വലിച്ച് വിടർത്തി കെട്ടി നിർത്തി, ഒരു തൻ്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് ഒരു പരസ്യക്കോലത്തോടെ നിർത്തുമ്പോൾ ഹല്ലേലൂയ ആർത്ത് വിളിക്കുന്ന ഹല്ലേലൂയ അന്യദേവന്റെ ശബ്ദം അവന്റെ കാതുകൾക്കകത്ത് മുഴങ്ങിയപ്പോൾ അവന് ഭയമല്ല ഉണ്ടായത്, അവന്റെ ദൈവത്തെക്കുറിച്ചും അവന്റെ മേൽ ഇന്നലകളിൽ വെളിപ്പെട്ട ശക്തിയെക്കുറിച്ചും തിരിച്ചറിവുണ്ടായി. അവൻ ചിന്തിച്ച ചിന്ത ഇങ്ങനെയാണ്, കർത്താവേ, ഒരു പ്രാവശ്യം കൂടെ നിനക്ക് നിന്റെ ശക്തി എൻ്റെ ശരീരത്തിൻ്റെ മേൽ വെളിപ്പെടുത്താൻ കഴിഞ്ഞാൽ എൻ്റെ ജീവിതകാലത്തിൽ ഞാൻ പോരാടിയതിനേക്കാളും വലിയൊരു പോരാട്ടം നടത്താൻ ഇന്ന് ദൈവം എന്നെ സഹായിക്കും. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും നീ ശക്തിപ്പെടുക, നിനക്കൊരു യുദ്ധമുണ്ട്. ആമേൻ. ഹല്ലേലൂയ.
നിന്നോട് യുദ്ധം ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് കേൾക്കുന്ന യുദ്ധങ്ങൾ മുഴുവൻ ഇങ്ങോട്ടടിക്കുന്ന യുദ്ധങ്ങളെ പറ്റിയ. എനിക്ക് പോരാട്ടമാണ്, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് പകൽ ഒരു ആലോചന വചനത്തിൽ നിന്ന് വിളിച്ചു പറയുന്നു, നിനക്കങ്ങോട്ടൊരു യുദ്ധമുണ്ട്, നിനക്കങ്ങോട്ടൊരു യുദ്ധമുണ്ട്. ഇസ്രായേൽ ജനം അടിമകളായിരുന്നു. 400 വർഷത്തിന്റെ അടിമത്തത്തിന്റെ അനുഭവം അവർക്ക് പറയാനുണ്ട്. പക്ഷേ ഇസ്രായേൽ ജനം പുറപ്പെട്ടപ്പോൾ മുതൽ യുദ്ധം അവർക്ക് ശത്രുക്കളോടായിരുന്നു, യുദ്ധം അവർക്കായിരുന്നു. അവർ യുദ്ധം ചെയ്ത് അവകാശത്തെ പിടിക്കുകയായിരുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആരോട് പറയുന്നു? പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത ഒരു ശക്തിയാൽ നിർമ്മിതമാണ് നിന്റെ ഈ മൺകൂടാരം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചൂടിൻ്റെ അതിനകത്ത് അഭിഷേകം നഷ്ടപ്പെട്ടോ? നോ. ഹല്ലേലൂയ. ഈ ചൂട് കൊണ്ട് തീർന്നു പോകുന്നതല്ല നമ്മുടെ അഭിഷേകം. ഇന്ന് പകൽ അതിനെ ആത്മാവിൽ അക്കിട്ടുറപ്പിച്ചാൽ നിന്റെ വാക്കുകളുടെ മുമ്പിൽ ചിലത് തകരുന്നത് നീ കണ്ണുകൊണ്ട് കാണാൻ പോകുക. ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കട്ടെ. ദൈവം നിന്റെ വീടിനകത്ത് ഒതുങ്ങിപ്പോയ മേഖലയ്ക്കകത്ത് എഴുന്നേൽപ്പിക്കട്ടെ. വചനധ്യാനത്തിൽ, പ്രാർത്ഥനകളിൽ, സുവിശേഷങ്ങളിൽ, ഹല്ലേലൂയ, പുറപ്പാടുകളിൽ നീ എഴുന്നേൽക്കുക. ഹല്ലേലൂയ. ബൈബിളിനകത്ത് ഒരുപാട് എഴുന്നേൽപ്പുകളെ പറ്റി പറയുന്നുണ്ട്. ഹല്ലേലൂയ. തളർന്നു പോയ ഹല്ലേലൂയ ഏലിയാവിനെ ദൈവം തട്ടി ഉണർത്തിയിട്ട് പറയാ, നോ, നിന്റെ പദ്ധതികൾ, എൻ്റെ പദ്ധതികൾ തീർന്നില്ല, നിന്റെ കാൽക്കുലേഷൻസുകളാണ് തെറ്റിയത്, നിന്റെ കാൽക്കുലേഷൻസുകളാണ് ചെറുതായിട്ടുള്ളത്. സ്റ്റിൽ ഐ ഹാവ് എ പ്ലാൻ ഫോർ യു. ഇപ്പോഴും എനിക്ക് നിന്നെ കുറിച്ച് പ്ലാൻ ഉണ്ട്. ഒരു ദൂരയാത്ര നൽകാൻ പറ്റുന്ന രീതിയിൽ നിന്റെ ഈ ക്ഷീണിച്ച കാലിനെ ശക്തിപ്പെടുത്താൻ എനിക്ക് പദ്ധതിയുള്ളത് കൊണ്ട് ഗെറ്റ് റെഡി. ഇപ്പോൾ നിനക്ക് ഞാൻ തന്നിരിക്കുന്ന ആഹാരം കഴിക്കുക, നീ എഴുന്നേൽക്കുക. നിനക്കൊരു ദൂരയാത്രയുടെ പ്ലാൻ ദൈവത്തിന് പറയാറുണ്ട്. നന്നായി ഒരു കർത്താവിന് സ്തോത്രം ചെയ്താണ്. സമൃദ്ധിയുടെ ഒരു യാത്ര തുറന്നു വരാൻ പോകുകയാണ്. ഈ യാത്രകളെ കുറിച്ച് പഠിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ ഒരു യാത്രയാണ്. ഹല്ലേലൂയ. ഓരോ ദിവസവും നമ്മുടെ ജീവിതം ഒരു യാത്രയുടെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ തന്നെ നിൽക്കുന്നു, ഒരു പ്രദേശം വിട്ട് നമ്മൾ മാറുന്നില്ല, പക്ഷെ നമ്മളൊരു യാത്രയുടെ ഭാഗമാണ്. ഇന്ന് പകൽ ഞാൻ പറയുന്നു, പുതിയ ചില പ്രതലം നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തുറന്നു കൊണ്ടുവരാൻ. ഹല്ലേലൂയ. എപ്പോഴും ഒരേ സ്ഥലത്തിരുന്ന് ആരാധിക്കുന്നു, എപ്പോഴും ഒരേ പാട്ടുകൾ തന്നെ പാടുന്നു, എപ്പോഴും ഒരേ സിസ്റ്റം തന്നെ ഉപയോഗിക്കുന്നു, എപ്പോഴും ഒരു കസേരയിൽ തന്നെ ഇരിക്കുന്നു, എപ്പോഴും ഒരു ബിൽഡിങ്ങിൽ തന്നെ കയറി വരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, അതൊക്കെ ശരിയാ, പക്ഷേ പുതിയത് ചിലത് ഇതിനകത്ത് കിളിർക്കാൻ, പുതിയത് ചിലതിനകത്ത് ആരംഭിക്കാൻ, പുതിയത് ചിലതിനകത്ത് നൽകപ്പെടുവാൻ ദൈവത്തിന് പ്ലാൻ ഉള്ളത് കൊണ്ട് നീ ഒരു യാത്രയ്ക്ക് തുടക്കമിടുകയാണ്. ഹല്ലേലൂയ. ഇത് സ്പിരിച്വലായും ഫിസിക്കലായും ഭൗതികമായും യേശുവിന്റെ നാമത്തിൽ ഇത് കേൾക്കുന്നവരുടെ മേൽ തുറക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് ശക്തിയോടെ പറയുന്നു, ഹല്ലേലൂയ, നീ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നൊരു മൂവ് ഉണ്ടാകാൻ പോവാം. ഹല്ലേലൂയ. നീ കുറച്ച് വർഷങ്ങളായിട്ട് ഒരേ സാമ്പത്തിക നിലവാരത്തിനകത്ത് കിടക്കുകയാണോ? റൈറ്റ് നൗ ഞാൻ ആത്മാവിൽ പ്രവചിച്ച് നിന്നെ അവിടുന്ന് പൊക്കുന്നു. ഹല്ലേലൂയ. ഗെറ്റ് അപ്പ്. നീ ആ സാമ്പത്തിക തകർച്ചയുടെ ആ ചുറ്റുപാട് വിട്ടിട്ട് ആത്മാവിൽ ഒരു കുതിപ്പ് നൽകാൻ കഴിയുന്ന രീതിയിൽ ആത്മാവ് നിന്നെ സന്ദർശിക്കാൻ പോകുകയാണ്. ഞാൻ അൺലിമിറ്റഡായി സ്വീകരിക്കുന്നു. നിന്റെ പ്രോപ്പർട്ടിയുടെ പരിധി പൊട്ടും. ഹല്ലേലൂയ. നിന്റെ സാമ്പത്തിക ശേഷിയുടെ ഹല്ലേലൂയ പരിധി പൊട്ടും. നിന്റെ കുടുംബത്തിനകത്ത് കയറി വരുന്ന നന്മകളുടെ പരിധികൾ ഇന്ന് പൊട്ടും. ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവ് സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിച്ചോണം. നിന്റെ ചർച്ചിനകത്ത് ഇന്ന് വരെ കയറി വന്നതിനേക്കാൾ അടുത്തതൊന്ന് തുറന്നു വരാം.
യേശുവിന്റെ നാമത്തിൽ ഇന്ന് ചിലതിന്റെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നു. പിരിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പത്രോസിന്റെ കാരാഗ്രഹത്തിനകത്ത്, പത്രോസ് ആയിരിക്കുന്ന കാരാഗ്രഹത്തിനകത്തേക്ക് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയതുപോലെ നിനക്ക് വേണ്ടി ഒരു ദൂതൻ നിന്റെ പ്രശ്നത്തിന്റെ ആ നെടുവീർപ്പിനകത്തേക്ക് ദൈവം ഇറക്കാൻ പോവുകയാണ്. നിന്റെ ആവശ്യത്തിന്റെ അനുഭവത്തിനകത്തേക്ക് ദൈവം അവനെ ഇറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനവുമായി എനിക്ക് കുറച്ച് ദൂരം ഓടേണ്ടതുള്ളത് കൊണ്ട് എൻ്റെ വാക്കുകൾ വേഗത്തിൽ വചനത്തിൻ്റെ ഭാഗത്തേക്ക് ഞാൻ കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. ദൂതുകളായി പോയാൽ ഞാൻ അതുമായിട്ട് അങ്ങനെ നിൽക്കും. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വായിക്കപ്പെട്ട തിരുവചനം രൂത്തിന്റെ പുസ്തകത്തിനകത്തു നിന്നാണ്. വളരെ സന്തോഷമാണ് എനിക്ക് ഈ പുസ്തകത്തിനകത്തുനിന്ന് ഒരാലോചന നിങ്ങളോട് പറയാൻ. ഹല്ലേലൂയ. ചെറിയ അധ്യായങ്ങളാണെങ്കിലും ഏതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിലും വേഗത്തിൽ പതിയാൻ പറ്റുന്ന, ഒരു ചിരിക്കാൻ പറ്റുന്ന, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞു തുടങ്ങുമ്പോൾ ദുഃഖമാണെങ്കിലും അവസാനത്തിലേക്ക് ഹൃദയത്തിനകത്തൊരു തണുപ്പ് വീഴുന്ന ദൂതുകൾ നിർമ്മിതമാണ് ഇതിനകത്ത്. ഹല്ലേലൂയ. ഒരു വ്യക്തി, ഒരു ലൈഫ് എത്രത്തോളം നരകമാകുമെന്ന് ഇതിനകത്ത് കാണാൻ പറ്റും. ഹല്ലേലൂയ. അങ്ങനെ നരകമായി പോയതിനെ ദൈവത്തിന് മാത്രം സന്തോഷത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും കൊണ്ടുവരാൻ പറ്റുമെന്ന് ഈ പുസ്തകം ദൂതായി വിളിച്ചു പറയുന്നു. ഇത് കേൾക്കുന്ന ആരോടോ ഈ പുസ്തകം എഴുന്നേറ്റ് നിന്ന് ദൂത് പറയുകയാണ്. നീ അറിയാത്തൊരു നരക ജീവിതത്തിനകത്തേക്ക് നിന്റെ കാൽച്ചുവടുകളെ കൊണ്ടുപോയ ദുരാത്മ മേഖലകളെ പൊട്ടിച്ച് നിന്റെ സാധ്യതയില്ലാത്ത സ്ഥലത്ത് ദൈവം നിനക്ക് വേണ്ടി സന്തോഷത്തിന്റെ കൂടാരങ്ങൾ പണിയാൻ, സന്തോഷത്തിന്റെ അനുഭവങ്ങൾ നൽകി തരാൻ ദൈവത്തിന് പറ്റും. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ പറയാൻ മടി കാണിക്കരുത്. ഹല്ലേലൂയ. ഈ ദൂത് നിന്നെ ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് കിടക്കുന്ന ദുരാത്മ മേഖലകളെയും അതിൻ്റെ അവസ്ഥകളെയും ഇവൻ പൊട്ടിച്ചിരിക്കും. ഹല്ലേലൂയ. വായിക്കപ്പെട്ട തിരുവചനം, ഹല്ലേലൂയ, യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ചു എന്ന് നവോമി കേൾക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. രണ്ട് പ്രധാനപ്പെട്ട യാത്രകളെ മുൻനിർത്തി പ്രസംഗിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ഒന്ന്, ഹല്ലേലൂയ, സമൃദ്ധി മോവാബിൽ കണ്ടുകൊണ്ട് എലിമലേക്ക് എടുക്കുന്ന ഒരു തീരുമാനമാണ്. ഹല്ലേലൂയ. ആ തീരുമാനം ശാപത്തിലേക്കും തകർച്ചയിലേക്കും പോകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. രണ്ടാമത്തെ തീരുമാനം, ഹല്ലേലൂയ, നവോമി എടുക്കുന്ന തീരുമാനമാണ്. നവോമി കേട്ടു തൻ്റെ സ്വന്തം ദേശമായ അപ്പത്തിൻ്റെ ഭവനമായ ബേത്ലഹേമിൽ, ഹല്ലേലൂയ, ഉണ്ടായിരുന്ന ക്ഷാമത്തെ ദൈവം മാറ്റിയെന്ന്, ദൈവം ജനത്തെയും ദേശത്തെയും സന്ദർശിച്ചു എന്ന് കേട്ടപ്പോൾ അവൾക്ക് ഇരുന്ന ഇരിപ്പിടം മോവാബ് വിടാൻ ഒരാഗ്രഹം തോന്നി. ഹല്ലേലൂയ. ഞാനിവിടെ ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇടട്ടെ. ഞാനൊന്ന് പറയട്ടെ. ഈ തീരുമാനം ഒരിക്കലും തീരുമാനത്തിൽ നിന്നില്ല. ഈ തീരുമാനം ഒരു യാത്രയിലേക്ക് കലാശിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരിക്കലും തീരുമാനമായി നിൽക്കരുത്. തീരുമാനം പ്രവൃത്തിയായി വെളിപ്പെടട്ടെ. ഇത് സഭയോടുള്ളൊരാലോചനയാണ്. എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാതെ എവിടെയോ നിന്നെ കുരുക്കുന്ന ആ പ്ലാനുകൾക്കകത്തെ പ്രശ്നം ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മാവ് പരിഹരിക്കുകയാണ്. ഹല്ലേലൂയ. നീ എടുത്ത തീരുമാനം, നീ എടുത്ത ദൈവീയ പ്ലാൻ അതതിൻ്റെ ഫുൾഫില്ലിനകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ എവിടെയോ നീ അലസതയായി പോകുന്നു, എവിടെയോ നീ പുറകോട്ട് സഞ്ചരിക്കുന്നു. പരിശുദ്ധാത്മാവ് മോശയെ മുൻനിർത്തി ഒരാലോചന എൻ്റെ ഹൃദയത്തെ തൊടുന്നത് എനിക്കറിയാം. മോശെ, നീ 80 വർഷം ഒരു പ്ലാനിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. ഓരോ നിമിഷവും നിന്റെ ഹൃദയത്തിലുണ്ടാകുന്ന മടി ജനത്തിന്റെ വിടുതലിനെ ലേറ്റ് ആക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഹോരോബിൽ കത്തുന്ന ഈ തീയുണ്ടല്ലോ, നിന്നെ പിറകോട്ട് വിടാതെ മുന്നോട്ട് കത്തിച്ച് കയറ്റാൻ പോവുക.
ഹല്ലേലൂയ. എൻ്റെ അകത്ത് കിടക്കുന്ന ഒരു ചെറിയ ആശയം ഞാൻ ചെറുതായി തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. 80 വയസ്സ് വരെ തന്നെ ജീവിപ്പിച്ച ഹല്ലേലൂയ ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രോമിസിനകത്തേക്ക് നടന്നു തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ അടുത്തൊരു ലൈഫ് തനിക്ക് മുമ്പ് തുറക്കാതെ വണ്ണം അടയപ്പെട്ടു പോയി. അടുത്തൊരു സ്റ്റെപ്പ് വെക്കാതെ വണ്ണം അടയപ്പെട്ടു പോയി. തൻ്റെ ഉപജീവന മാർഗം തനിക്ക് ലഭിച്ച ആടുമാടുകളിൽ നിന്ന് സമ്പത്തായി കണ്ടെത്തിക്കൊണ്ട് താൻ 80 വയസ്സ് വരെ ജീവിക്കുവാനിടയായി തീർന്നു. 80-ാം വയസ്സിലാണ് ദൈവം വീണ്ടും ആ പദ്ധതി അവതരിപ്പിക്കുവാൻ ഇറങ്ങി വന്ന് നിൽക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ആരോടോ പറഞ്ഞു, ഹല്ലേലൂയ, നിന്നോട് പറഞ്ഞത് നിന്നിൽ കൂടെ തന്നെ നിവർത്തീകരിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഓരോബിൻ്റെ മേളിൽ ദൈവം വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, മോശേ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന മോശമാരോട് പറയുന്നു, ഹല്ലേലൂയ, നിന്നെ കൊണ്ട് തന്നെ ദൈവം അവിടെ അത് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. മോശയുടെ സ്വന്തം നിലവാരം നോക്കാം. സ്വന്തമായി താൻ നോക്കുമ്പോൾ, സ്വന്തത്തിലേക്ക് താൻ ചിന്തിക്കുമ്പോൾ അവൻ ഒത്തിരി കഴിവുകളുണ്ടെന്നുള്ള തോന്നൽ മാത്രമേ ഉള്ളൂ. മറിച്ച് തൻ്റെ ശരീരത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ബലഹീനതയുടെ കൂടെ അവൻ പ്രദർശിപ്പിക്കുന്നത്. എന്നെ ആരോ ഇന്ന് രാവിലെ കേൾക്കുന്നു, ഒത്തിരി കഴിവുകളിട്ട ദൈവം നിന്നെ പുറത്തെടുത്തത്. പക്ഷേ നിന്നിലേക്ക് നോക്കുമ്പോൾ നിനക്ക് ആ പ്രവൃത്തി ചെയ്യാൻ കഴിയാത്ത കഴിവുകേടുകൾ മാത്രം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കർത്താവ് ഇന്ന് രാവിലെ ഒരു ദൂത് പറയുന്നു, എൻ്റെ കൃപ മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ നിറഞ്ഞു വരും. ഹല്ലേലൂയ. എത്രത്തോളം ബലഹീനമാണോ അത്രത്തോളം എൻ്റെ ശക്തി നിന്റെ മേൽ നിറയപ്പെടാൻ പോവുകയാണ്. അറിയൂ, റിസീവിങ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ ശക്തിയെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്ക് വെറുതെ അല്ല നിന്റെ കാതിൽ കയറുന്നത്, അതിനോടൊപ്പം ഇത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തിയായി വരികയാണ്. കൂട്ടത്തിൽ കൂട്ടിയ ഒരു വടിയുമായി താൻ അവശേഷിക്കപ്പെട്ടവനെ പോലെ നിൽക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം മോശയോട് പറയുന്നുണ്ട്, നിന്റെ നാവ് കൊണ്ട് നിനക്ക് മിണ്ടാമെങ്കിലും നിന്റെ കയ്യിലുള്ളത് മാത്രം മതി. ഹല്ലേലൂയ. എനിക്ക് ആ ജനത്തെയും ആ ദേശത്തെയും അവിടുത്തെ രാജാവിനെ നേരിടാൻ അത് മതി. നമുക്ക് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുമ്പോൾ അവരുടെ അകത്ത് എന്താ ഉള്ളത് ദൈവത്തിന് വേണ്ടി നിനക്ക് കൊടുക്കാൻ, അത് നീ കൊടുത്താൽ അതൊരു നിറവായിക്ക് ദൈവം മാറ്റും. ഒരുപാട് പ്രാവശ്യം തൻ്റെ അനുസരണം കെട്ടുപോകുന്ന ആടുകളുടെ നേരെ ഉയർത്തിയ ആ വടിയാണ് ചെങ്കടലിൻ്റെ മീതെ പറന്നു പൊങ്ങുന്നത്. ഹല്ലേലൂയ. എനിക്കറിയില്ല, ഒരാശയം എൻ്റെ അകത്തേക്ക് വന്നു. ആടത് അനുസരിച്ചോ, ആട് തിരിച്ചു വന്നോ, അതോ പുറകെ പോയി കൊണ്ടുവരേണ്ടി വന്നോ എന്നറിയത്തില്ല ആ വടി പൊക്കിയപ്പോൾ. പക്ഷേ ചെങ്കടൽ അനുസരിക്കാൻ തയ്യാറായിരിക്കും. രാവിലെ ഹല്ലേലൂയ. ആരോട് പറയുന്നു? നീ പറഞ്ഞിട്ട് നിന്റെ വീട്ടിലെ മക്കൾ പോലും കേട്ടില്ലേ. എനിക്ക് വിരോധമാകാനുള്ള സാധ്യതയുണ്ട് ഈ ദൂതെങ്കിലും പറയട്ടെ. നീ പറഞ്ഞിട്ട് പലരും കേൾക്കാത്തവരെ പോലെ നിൽക്കുന്നെങ്കിലും പ്രകൃതി നിന്റെ മുമ്പിൽ അനുസരിക്കുന്ന നിലവാരത്തിൽ ഈ അഭിഷേകം നിന്റെ മേൽ കത്താൻ പോകുകയാണ്. പിടിക്കൊന്ന് കരമടിച്ച് ആ ദൂതിനൊന്ന് പിടിച്ച്. ഹല്ലേലൂയ. നിനക്ക് നിന്റെ വീട്ടിലെ മുഴുവനായി ഹല്ലേലൂയ നിനക്ക് നേരെയാക്കാൻ പറ്റിയില്ലേ. പക്ഷേ ഇന്ന് പകല് അത്രത്തോളം ബലഹീനനാണോ നിങ്ങൾ? ഹല്ലേലൂയ. പ്രശ്നമില്ല. ഹല്ലേലൂയ. ദൈവസന്നിധി താണിരിക്ക്. എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തുണ നിന്നാൽ നിനക്ക് നിന്റെ വീടും നിന്റെ ദേശവും ഒരുപോലെ അടക്കാനുള്ള ശക്തി നിന്റെ മേൽ വെളിപ്പെട്ടിരിക്കും. ആമേൻ. രണ്ടാമതായ ഒരു യാത്രയും കൂടെ തുറന്നു കൊണ്ടുവന്നു ഇൻട്രൊഡക്ഷനിൽ കൊണ്ടുവച്ച് ഈ ദൂതിനെ നേരെ ഒരുമിച്ചെടുക്കാനായിട്ട് താല്പര്യപ്പെടുക. നവോമിയുടെ തീരുമാനവും യാത്രയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. 3 സ്ത്രീകൾ, നിങ്ങൾക്കറിയാം. 3 പേരുടെ നിലവാരവും 3 രീതിയിലാണ്. അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ വാക്കോ അവർ കാണിച്ചതോ നിങ്ങൾ ചിന്തിക്കണ്ട. അവരുടെ ഹൃദയത്തെ മാത്രം ഒന്ന് നോക്കിയാൽ അറിയാം. നവോമി ജീവിതത്തിൽ ഏറ്റവും പരാജിതയായി നിൽക്കുന്നു. അവൾ പറയുന്നു, ഞാൻ ഒഴിഞ്ഞവളാണ്, ഞാനിപ്പോൾ നല്ലൊരു കയ്പാണ്. ഹല്ലേലൂയ. ജീവിതം മുഴുവൻ എനിക്ക് കയ്പാണ്. ഹല്ലേലൂയ. എനിക്ക് സമ്പത്തുണ്ടായിരുന്നു.
ഞാൻ നിറഞ്ഞവളായിട്ടാണ് വന്നത്. പക്ഷെ ഇപ്പോൾ ഹല്ലേലൂയ എന്നിലൊന്നുമില്ലാതായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ, നഷ്ടബോധത്തിൻ്റെ കുരുക്ക് തന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. ഹല്ലേലൂയ, ഒന്നുകൂടി പറഞ്ഞാൽ ഹല്ലേലൂയ, താൻ എടുത്ത തെറ്റായ തീരുമാനം തൻ്റെ ലൈഫിനകത്ത് 3 മരണങ്ങൾ കൊണ്ടുവരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, മരണത്തിൻ്റെ വേദന തന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഹല്ലേലൂയ, സാധാരണ ഒരു മരണമല്ല, തൻ്റെ ഹല്ലേലൂയ പ്രാണനാഥനായ എലിമേലേക്ക് മരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, തൻ്റെ 2 മക്കൾ മഹ്ലോനും കില്യോനും മരിച്ചു. ദൈവത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടവളെ പോലെ സന്തോഷം സമൃദ്ധി തിരക്കി ഇറങ്ങിയ നവോമി ഏറ്റവും ശൂന്യതയെ അനുഭവിച്ച് നിൽക്കുക. എന്നെ കേൾക്കുന്ന നവോമിമാരോട്, എനിക്കറിയത്തില്ല ഇത് ചർച്ചിനോടാണോ പുറത്താണോ എന്നറിയത്തില്ല, ഞാൻ ഇന്ന് പറയുന്നു, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ശൂന്യതയിൽ നിൽക്കുന്ന സ്ത്രീയെ, സഹോദര, ഹല്ലേലൂയ, നിനക്കൊരു ഇൻഫർമേഷൻ ഇന്ന് പകലുണ്ട്. ഇതൊരു സമൃദ്ധിയുടെ ഇൻഫർമേഷനാണ്. ദൈവം ദേശത്തെ സന്ദർശിക്കുന്നവനാണ്. ഹല്ലേലൂയ, യഹോവ കുടുംബത്തെ സന്ദർശിക്കുന്നവനാണ്. യഹോവ വ്യക്തികളെ സന്ദർശിക്കുന്നവനാണ്. ഈ ദൂതത്തെ പേര് കേൾക്കുന്നു. ഹല്ലേലൂയ, നിന്റെ വീട് എപ്പോഴും ഒരു കുപ്പക്കുന്ന് പോലെ കടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലെന്ന്. നിന്റെ കുടുംബം സമൃദ്ധിയുടെ ചുറ്റുപാടുകളുടെ സന്തോഷങ്ങളെ തേടുന്നവനാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഈ ദൂത് സ്വീകരിച്ചവരോട് ഞാൻ പറയുന്നു, ഹല്ലേലൂയ, യഹോവ ഹല്ലേലൂയ അനുഗ്രഹിക്കുന്നവനാണെന്ന് തിരിച്ചറിവുള്ളവരോട് ഞാൻ പറയുന്നു, സ്വീകരിക്ക്. നിന്റെ വീടിനെ നരകത്തിൽ നിന്ന് സ്വർഗമാക്കി മാറ്റാൻ എൻ്റെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. നിന്റെ വീട് അനുഭവിക്കുന്ന എല്ലാ നീർച്ചൂളകളുടെ വേദനയും, നിന്റെ വീട് അനുഭവിക്കുന്ന എല്ലാ അപജയങ്ങളെയും എല്ലാ ഇല്ലായ്മകളെയും മാറ്റാൻ കഴിയുന്ന കർത്താവിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ആ കർത്താവിൽ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, ആ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ ഇന്ന് പകൽ തിരികെ പിടിക്കുകയാണ്. ആ ദൂത് നിവർത്തീകരിക്കപ്പെടട്ടെ. നാളുകളിൽ നമുക്കും അത് കാണാൻ പറ്റുന്ന പരുവത്തിൽ ഈ കസേരകളിൽ അവർ വന്നിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നവോമിയുടെ തീരുമാനം ഒരു മരണക്കുരുക്കിനകത്തേക്ക് കൊണ്ടുപോയി. വീടിനകത്ത് മരണക്കുരുക്ക്, ജീവിതത്തിൽ നഷ്ടബോധം. എന്നെ കേൾക്കുന്നവരോട് ഇത് ദൂതാകുന്നതുകൊണ്ട് എനിക്ക് പറയാതെ വയ്യ. ഹല്ലേലൂയ, നഷ്ടബോധത്തിൻ്റെ ഈ മരണക്കുരുക്കുകൾക്കകത്ത് കഴിയുന്നവരോട് ഞാൻ ഇന്ന് രാവിലെ പറയുന്നു, നിങ്ങൾക്ക് തേടാൻ ഭൂമിയിൽ വൈദ്യന്മാരില്ലെങ്കിലും ഭയപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ, നിന്റെ ജീവിതം നീ തീർക്കാൻ നീ ശ്രമിക്കണ്ട. നിനക്കൊരു നാഥനുണ്ട്. അവനെ ഞാൻ ഇന്ന് പകൽ പരിചയപ്പെടുത്തുന്നു. നസ്രയനായ യേശു കർത്താവ്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. യേശു പറഞ്ഞ വാക്കാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഭൂമിയിൽ ആർക്കും രക്ഷ തരാൻ ഹല്ലേലൂയ കഴിയാത്തൊരു നിലവാരത്തിനകത്താണ് നീ കിടക്കുന്നതെങ്കിലും ആർക്ക് എന്നെ വിടുവിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം ചോദിക്കാൻ പറ്റാത്ത നിലവാരത്തിലാണെങ്കിലും ഒരാളെ ഞാൻ പരിചയപ്പെടുത്തുന്നു. അവൻ്റെ പേര് യേശു എന്നാണ്. അവൻ ഇന്ന് പകൽ നിങ്ങളെ തൊടാൻ വിശ്വസ്തനാണ്. അവൻ ഇന്ന് പകൽ നിങ്ങളെ സൗഖ്യമാക്കാൻ വിശ്വസ്തനാണ്. അവൻ ഇന്ന് പകൽ നിന്റെ വീടിനെ സൗഖ്യമാക്കാൻ, വീടിൻ്റെ അവസ്ഥകളെ മാറ്റാൻ വിശ്വസ്തനാണ്. ഇന്ന് പകൽ അവനെ കയറി പിടിച്ചോ, വീടുകൾ നിന്റെ വീടിനകത്ത് വെളിപ്പെടും. ഇത് പുറത്തോട്ടാ ദൂത് പോകുന്നത്. ഹല്ലേലൂയ. നവോമിയുടെ വീടിനകത്തെ മരണക്കുരുക്ക്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടായിട്ട് പറയുന്ന അടുത്തൊരു സ്റ്റാൻസ് നഷ്ടബോധങ്ങളുടെ ഒരു ഭയങ്കര പ്രശ്നത്തിനകത്താണ്. ഇന്നലകളിലെ ജീവിത നിലവാരം തന്നെ കൊണ്ടെത്തിച്ച ഒരു പ്രശ്നം. അവിടെ തുടരുത് കേട്ടോ. പരാജയമാണെങ്കിൽ അതിൽ തുടരരുത്. പ്രശ്നമാണെങ്കിൽ അതിൽ തുടരുത്. നവോമിയെ പോലെ കയ്പാണെങ്കിൽ അതിൽ തുടരാൻ. അതല്ല നിന്റെ എൻഡ്, അതല്ല നിന്റെ അവസ്ഥ.
ഹല്ലേലൂയ. ദൈവം ജനത്തെ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ, ദൈവം ജനത്തെ സന്ദർശിക്കുന്നതാണെങ്കിൽ ഇന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ബാക്ക് ടു ബേഥലഹേം. ഇന്ന് പകൽ ആദ്യം എന്നോട് പറഞ്ഞ ദൂത് ഇതാണ്: നീ ബേഥലഹേമിലേക്ക്, സമൃദ്ധിയിലേക്ക് മടങ്ങിക്കോണം. ഹല്ലേലൂയ, സമൃദ്ധിയിലേക്ക് മടങ്ങിക്കോണം. രണ്ടാമത്തെ ഒരു ഓർപ്പയെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. ഹല്ലേലൂയ, അവൾ പരിചയിച്ച, അവൾ ജീവിച്ച് പാർത്ത ചുറ്റുപാടുകൾക്കകത്ത് ജീവിക്കാൻ അവൾ വീണ്ടും ഇഷ്ടപ്പെടുകയാണ്. അവൾ ആശ്രയിച്ച ആ വീട്ടിലെ മരുമകൻ മരിച്ചുപോയി, അവളുടെ ഭർത്താവ് മരിച്ചുപോയി. ഹല്ലേലൂയ, അമ്മായിയമ്മയോട് സ്നേഹമുണ്ട്. ഹല്ലേലൂയ, അമ്മായിയമ്മയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ഒറ്റ വാക്ക്, എൻ്റെ കൂടെ വന്നിട്ട് ഒരു പ്രയോജനമില്ല എന്ന വാക്കിൻ്റെ പിന്നിൽ അവൾ പിന്മാറിപ്പോകുവാനിടയായി തീർന്നു. ഇന്ന് പകൽ ഹല്ലേലൂയ, നിനക്ക് ജീവിതത്തിനകത്ത് ഒരു ദൈവത്തെ കണ്ടെത്തിയിട്ടും, ഹല്ലേലൂയ, ആ ദൈവത്തെ അറിഞ്ഞിട്ടും നിലവാരം മോശമാണെന്നോർത്ത് പിറകോട്ട് ചിന്തിക്കുന്നവരോട് ഞാൻ പറയുന്നു, അതൊരു നാശത്തിൻ്റെ വാക്കാണ്. ഇന്ന് രാവിലെ എന്നോട് കർത്താവ് പറയുന്ന ഒരു പ്രത്യേക പദം, എനിക്കതിനെ എങ്ങനെ ചിന്തിച്ച് പുറത്തു കൊണ്ടുവരണമെന്ന് അറിയത്തില്ല, എങ്കിലും ഞാനത് കേൾക്കുന്ന എൻ്റെ ഹൃദയം പറയുന്ന കേൾക്കുന്ന രീതിയിൽ പറയാം. നിനക്ക് ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റികളുടെ മഹിമ നീ തിരിച്ചറിയണം. എത്രയൊക്കെ മനസ്സിലാകണം? നിനക്ക് ലഭിക്കുന്ന ദൈവഹിതമുള്ള ദൈവ പദ്ധതികൾ എന്താണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ പോയാൽ അതിനപ്പുറത്ത് കിടക്കുന്ന ദൈവമഹത്വത്തെ സ്വീകരിക്കാൻ കഴിയത്തില്ല. ഓർപ്പയ്ക്ക് പറ്റിപ്പോയത് അവളുടെ ജീവിതത്തിൽ കയറി വരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി അവൾ നശിപ്പിച്ച് കളഞ്ഞു. ഞാൻ ഇന്ന് പകല് എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക ദൂത്: നിന്റെ ഇന്നലകളിലെ നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെക്കാൾ ദൈവം ഒരു അവസരം നിനക്ക് തരാൻ പോവുക. ഓ നോ, പിടിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ദൈവം നിനക്ക് തരാൻ പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിങ്ങനെ പിടിക്കാൻ പറ്റുന്നവരോടാണെന്ന് എനിക്കറിയത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, എനിക്കിതെങ്ങനെ പ്രസംഗിച്ച് കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന ആലോചന പറയാം, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. നീ പോയില്ലേ? ഹല്ലേലൂയ, നീ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, നീ ദൂത് കേട്ടിട്ട് പോയാൽ മതി, ഒരു സമൃദ്ധിയുടെ വഴി നിനക്ക് വേണ്ടി തുറക്കട്ടെ. ഹല്ലേലൂയ, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ദൈവം നിനക്ക് വേണ്ടി തരാൻ പോവുക. നോ, പലരും പിടിക്കുന്നില്ല, ജീൻസ് പിടിക്കുന്നില്ലേ? ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഹല്ലേലൂയ. എന്താണ്? ഇന്നലെയിലുണ്ടായ സ്റ്റെപ്പ് പരാജയമാണ്. ഇന്നലെ അവൾ കയറി ചെന്ന വീട് പരാജയമാണ്. ബട്ട് അതിനകത്തോടൊരു ഓപ്പർച്യൂണിറ്റി തുറക്കുമെന്ന് ഓർപ്പ തിരിച്ചറിഞ്ഞില്ല. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞോണം, ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാ. നിന്റെ പരാജയങ്ങളുടെ പിന്നാമ്പുറത്തിനകത്തേക്ക് നിന്റെ കാലിനെ വലിച്ചു കൊണ്ടുപോകാത്ത ഒരു സന്ദർശനം ദൈവം ചെയ്യാൻ പോകും. അത് പിടിക്ക്. നീ നടുന്നത് സമൃദ്ധിയായിരിക്കും. ഹല്ലേലൂയ. തോമസാനെ കണ്ടപ്പോഴാണ് എനിക്ക് അത് ഊത് കയറി വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വെക്കുന്നത് ഇനി സമൃദ്ധിയായിത്തീരും. ഹല്ലേലൂയ. ആരാ പറഞ്ഞ? കഴിഞ്ഞ പ്രാവശ്യം ജോസാനാ പറഞ്ഞ. കഴിഞ്ഞ പ്രാവശ്യം വെച്ച വാഴ മൊത്തവും പോയെന്നാ പറഞ്ഞത്. പക്ഷെ ഇന്ന് വാശി പിടിച്ചോണം, 2 വർഷത്തേക്കുള്ളത് ഒരുമിച്ച് 1 വർഷം പിടിച്ചോണം. ഹല്ലേലൂയ. തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ചാൻസ് ഇല്ല, ബട്ട് യു ഹാവ് എ ചാൻസ്. ഹല്ലേലൂയ. കാരണം നിന്റെ കൈക്കകത്തൂടെ ഈ വീര്യം പുറത്തു വരും. ഇന്ന് പകരം ഞാൻ പ്രവചിക്കുക, ജോസഫ് പിടിച്ചോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഹല്ലേലൂയ മണ്ണിന് കഴിയാത്തത് നിന്നിലുണ്ട്. പറ, ചോദിക്കുന്നതിലും നിരക്കുന്നതിലും, എന്നോടൊപ്പം പറയുന്നില്ലല്ലോ, ചോദിക്കുന്നതിലും നിരക്കുന്നതിലും അത്യന്തപരമായി എന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ. ഹല്ലേലൂയ. ഒന്നുകൂടി പറഞ്ഞാൽ, ഹല്ലേലൂയ, ഇസ്ഹാക്ക് വിതയ്ക്കുമ്പോൾ ഇസ്ഹാക്കിനോട് ദൈവം പറയുന്നത് ഇതാണ്: ഈ ക്ഷാമമുള്ള പ്രദേശമാണ്, പക്ഷേ നീ വ്യത്യസ്തനാണ്. ഹല്ലേലൂയ. ഈ ക്ഷാമമുള്ള മണ്ണ് നീ വ്യത്യസ്തനായി നിന്ന് വിതയ്ക്കുമ്പോൾ നിന്നിലുള്ളത് ഈ മണ്ണിലൂടെ പുറത്തു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഇസ്ഹാക്കിന്റെ മേലുള്ളതാണ്, യാക്കോബിന്റെ മേലും കിടപ്പുണ്ട്. നീ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. മണ്ണ് ക്ഷാമത്തിന്റെ വിളവാണെങ്കിലും ക്ഷാമത്തിന്റെ അനുഭവങ്ങളാണെങ്കിലും നിന്നിലുള്ള വിളവ് പുറത്തു വരാൻ പോവുകയാണ്.
ഇനി പിറകോട്ട് പഠിച്ചു നോക്കിയാൽ എല്ലാവരുടെ ലൈഫിനകത്ത് കാണാം. യോസഫിന്റെ ലൈഫിനകത്ത് എന്തുവാ? യോസഫ് അനുഗ്രഹിക്കപ്പെട്ടവരാ, പക്ഷെ അവൻ ചെന്ന് നിൽക്കുന്നത് മിസ്രൈമാണ്. ചെന്ന് നിൽക്കുന്നത് വിളവ് നൽകാൻ പറ്റാത്ത അനുഭവമാണ്. എന്നോട് ആരോടോ പറയുന്നു, ഹല്ലേലൂയ, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് ബോധ്യമുണ്ട്, പക്ഷെ നീ എവിടെ ചെന്നിട്ട് ഗുണം പിടിക്കുന്നില്ല. നീ ഒരു ജോലിയിലും കയറിയിട്ട് നന്നാകുന്നില്ല. ഒരു സ്ഥലത്തെ ജോലിയിൽ നിന്ന് നീ സമൃദ്ധിയിലേക്ക് എത്തുന്നില്ല. ഐ ബ്രേക്ക്, ഞാൻ ആ പിശാചിനെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്നിൽ നിന്ന് ഇന്ന് രാത്രി, ഇന്ന് പകൽ ഞാൻ പറഞ്ഞയക്കുക. പിടിക്ക്, ഇത് പലർക്കും വിടുതലാണ്. ഹല്ലേലൂയ. നീ ഒരുപാട് കാര്യം ചെയ്തിട്ട് ഇന്ന് വരെ നഷ്ടം മാത്രമാണ് നിന്റെ സമ്പാദ്യമെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, ഈ ആണ്ട് കഴിഞ്ഞ ആണ്ടുകളുടെ തുടർച്ചയല്ല, ഇത് പുതിയതൊന്ന് കാണാനുള്ളതാണ്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഓർപ്പയും വിടുകയാണ്. രൂത്തിനെ കയറുന്നു ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പിടിക്കുക. രൂത്ത് ഒരു തീരുമാനം എടുക്കുകയാണ്. എൻ്റെ ജീവിതം മുഴുവൻ നരകം പോലെ കിടക്കുകയാണ്, പക്ഷേ ഞാൻ ഒരാളെ തിരിച്ചറിയുന്നു. ഞാൻ അറിയുന്ന ആള്, ഹല്ലേലൂയ, നിങ്ങളുടെ ദൈവത്തെക്കുറിച്ചാണ്. ഈ വാക്ക് ഞാൻ വായിച്ചത് അതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഈ നവോമി തിരിച്ചു പോകാനുള്ള കാരണം കൃത്യമായി പറയുന്നു. എനിക്ക് തിരിച്ചു പോയേ പറ്റുള്ളൂ. കാരണം എന്തുവാ? എൻ്റെ പട്ടണത്തെ ദൈവം സന്ദർശിച്ചു. ആമേൻ. നിങ്ങൾക്ക് ആഗ്രഹമില്ലേ പട്ടണത്തെ? ചൂട് കയറി ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്നറിയാം. ഞാൻ ഒരു 10-15 മിനിറ്റിനകത്ത് നിർത്താം. നിങ്ങളുടെ അനുഭവം കണ്ടിട്ടാ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഈ പട്ടണത്തെ ദൈവം സന്ദർശിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ബേത്ലഹേം പ്രോമിസ് ഉള്ള സ്ഥലമാണ്. ബേത്ലഹേം പറഞ്ഞ യഹൂദയിലെ ബേത്ലഹേം പ്രോമിസ് ഉള്ള സ്ഥലമാണ്. ഹല്ലേലൂയ. പക്ഷേ അവിടെ മുഴുവൻ ക്ഷാമമാണ്. നോക്കുമ്പോൾ അപ്പുറയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ വലിയ അഭിവൃദ്ധി കാണുന്നുണ്ട്. പക്ഷെ ഈ ദേശം മുഴുവൻ ക്ഷാമമാണ്. ആമേൻ. എന്നും ക്ഷാമത്തിൽ കടക്കത്തില്ലെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇവിടുത്തെ അപ്പം, അവിടുത്തെ വിളവ് കൊണ്ടപ്പത്തെ അല്ല ഞാൻ വിശദീകരിക്കുന്നത്, വചനത്തിൻ്റെ. ഹല്ലേലൂയ. വചനം യേശു പറഞ്ഞ പോലെ വായിൽ, ഹല്ലേലൂയ, എൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നു. ആമേൻ. ഇന്ന് പകല് എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയാം, രൂത്ത് എടുത്ത തീരുമാനം അവളുടെ ലൈഫിന് ഹോൾ വ്യത്യാസമായി, ഭയങ്കര വ്യത്യാസമായി. ഞാൻ ഈ വിഷയത്തിനകത്തേക്കും പുസ്തകത്തിനകത്തേക്കും ഇറങ്ങിയിട്ടില്ല. ഞാൻ പുറത്ത് നിന്ന് ഇവരുടെ തീരുമാനങ്ങൾക്കകത്ത് നിന്നാ പ്രസംഗിക്കുന്നത്. ഇതൊരു തീരുമാനം മാത്രമായിട്ട് നിൽക്കാതെ രൂത്ത് പറഞ്ഞ കാര്യമാണ്, ഞാൻ എന്നാ പറഞ്ഞാലും മടങ്ങിപ്പോകുന്നില്ല. എനിക്ക് അമ്മയുടെ കൂടെ നിന്നാ മതി. ഹല്ലേലൂയ. എനിക്ക് ഈ കുടുംബത്തോട് ചേർന്ന് നിന്നാ മതി. ഹല്ലേലൂയ. നവമി വീണ്ടും അവളെ നിരുത്സാഹപ്പിടിക്കാതെ മോവാബിൽ നിന്ന് അവളെ കരം പിടിക്കുകയാണ്. ഈ പുസ്തകത്തിനകത്തെ തീരുമാനങ്ങൾ, ഹല്ലേലൂയ, ആദ്യം എടുത്ത എല്ലാ തീരുമാനങ്ങളും, ഓരോ വ്യക്തികളും ആദ്യം എടുത്ത എല്ലാ തീരുമാനങ്ങളും തെറ്റി. പക്ഷെ 2 തീരുമാനത്തിൻ്റെ മേൽ ദൈവം ഇറങ്ങി നിൽക്കുന്നത് തന്നെ കാണിക്കുന്നു. അതൊന്ന് രൂത്ത് എടുത്ത തീരുമാനമാണ്, 2 നവോമി എടുത്ത തീരുമാനമാണ്. ഹല്ലേലൂയ. ഇന്ന് പകരം ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറ, ഹല്ലേലൂയ, രൂത്തിൻ്റെ പുസ്തകം ഒരു ക്ഷാമത്തിൻ്റെ കഥ പറയുന്ന പുസ്തകമല്ല. രൂത്തിൻ്റെ പുസ്തകം ഒരു ഹാർവസ്റ്റിൻ്റെ പുസ്തകമാണ്. ഹല്ലേലൂയ. ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ പറയുന്നു, ഇതൊരു ഹാർവസ്റ്റിൻ്റെ ടൈമാണ്. ഹല്ലേലൂയ. ഈ തീരുമാനം ഇവളുടെ മനസ്സിനകത്ത് കൊണ്ടുവരുമ്പോൾ ആ തീരുമാനം ഒരു പുറപ്പാടിലേക്ക് വരികയാണ്. രൂത്തും നവോമിയും കൂടെ ഒരുമിച്ച് ബേത്ലഹേമിലേക്ക് പുറപ്പെടുന്നു, അപ്പത്തിൻ്റെ ഭവനത്തിലേക്ക് പുറപ്പെടുന്നു. ഹല്ലേലൂയ. ഇവർ ഒരുമിച്ച് നടന്നു കയറുന്ന സമയം
ഒരു വലിയ വിളവിൻ്റെ സമയത്തിനകത്താണ് ഇവരെ കയറുന്നത്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. ഒന്ന് തലപൊക്കി നോക്ക്. ഹല്ലേലൂയ. ഈ വിളഞ്ഞു കിടക്കുന്ന ഈ വയലുകൾ നിങ്ങൾ കണ്ണ് എത്ര പേര് കാണുന്നുണ്ട്? ഇതൊരു വിളവിൻ്റെ സമയമാണ്. ഇതൊരു വിളവെടുപ്പിൻ്റെ സമയമാണ്. ഇത് കറ്റകൾ കെട്ടുന്ന സമയമാണ്. ഇത് കറ്റ കെട്ടി കൊയ്യേണ്ട സമയമാണ്. ആർപ്പു വിളിയുടെ സമയമാണ്. സുവിശേഷത്തിൻ്റെ ശബ്ദം ദേശത്ത് വെളിപ്പെടേണ്ട സമയമാണ്. ഇത് പ്രോമിസുകളുടെ സമയമാണ്. ഇത് സമൃദ്ധിയുടെ സമയമാണ്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, ക്ഷാമത്തിൻ്റെയും ഹല്ലേലൂയ പ്രയാസത്തിൻ്റെയും പ്രശ്നത്തെ വിട്ടിട്ട് നീ സമൃദ്ധിയുടെ വിളവിലേക്ക് കയറിക്കൂ. ദൂത് ചില കുടുംബങ്ങളുടെ സമൃദ്ധിക്ക് കാരണമായി തീരും. ഈ ദൂത് ഈ ചർച്ചിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമാകുന്ന നിർണായക സ്റ്റെപ്പുകൾക്ക് കാരണമായി തീരും. ഹല്ലേലൂയ. നാളുകൾ കൊണ്ട് നിങ്ങളും ഞാനും ഒരുമിച്ച് അനുഭവിക്കുന്ന എല്ലാ ക്ഷാമത്തിനും അറുതിയിടുന്ന ഫുൾ സ്റ്റോപ്പ് ഈ ദൂതിനകത്ത് കിടപ്പുണ്ട്. ഞാൻ ആത്മാർത്ഥമായി പറയുക, ഇന്ന് രാവിലെ നീ ഒരു ഹാർവസ്റ്റിനകത്തേക്ക് കയറുക. ഗെറ്റ് റെഡി. അല്ലെങ്കിൽ ഗെറ്റ് റെഡി. തീരുമാനങ്ങൾ ഒരു പുതിയ സമൃദ്ധിയുടെ വഴിയായി മാറട്ടെ. തീരുമാനങ്ങൾ ഒരു പുതിയ സ്റ്റെപ്പിലേക്ക് കാൽവെക്കട്ടെ. ദൈവം അതിൻ്റെ മേൽ ഇറങ്ങി നിൽക്കുക. ഹല്ലേലൂയ. കൃപ, സമൃദ്ധി, സംരക്ഷണം അതിനകത്തൂടെ വെളിപ്പെട്ടു വന്നു. ഹല്ലേലൂയ. ഒറ്റപ്പെട്ടു പോയ ആ രണ്ട് സഹോദരിമാർക്ക് സംരക്ഷണമായി ദൈവം അവിടെ ഒരു വീണ്ടെടുപ്പുകാരനെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വയലിൽ ബാല്യക്കാരുടെ കയ്യിൽ നിന്ന് സംരക്ഷിക്കാൻ ദൈവം അവരെ ഒരുക്കിയിരുന്നു. ഹല്ലേലൂയ. അവൾക്ക് വേണ്ട എല്ലാം ആ വയലിൽ ഹല്ലേലൂയ പെറുക്കാൻ വേണ്ടി വന്നവളെ ഹല്ലേലൂയ ആ വയലിൻ്റെ ഉടമസ്ഥയാക്കി മാറ്റുന്ന ദൂതാണ് ഈ ദൂതിനകത്ത് കിടക്കുന്നത്. ഇന്ന് പകൽ ഞാൻ വിശ്വാസത്തോടെ പറയുന്നു, നീ ഹല്ലേലൂയ ചെറുതിനെ പിറക്കി തുടങ്ങിയാലും ഹല്ലേലൂയ അവസാനം വരുമ്പോൾ ആ വയൽ നിന്റെ പേരിൽ വരും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ദൂതിനെ എങ്ങനെ പിടിക്കാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾ പിടിച്ചോണം. ഹല്ലേലൂയ. ചെറുത് ഓരോ മണി വെച്ച് പെറുക്കിക്കൊണ്ടിരിക്കുന്നവർ ഹല്ലേലൂയ പിന്നെ പെറുക്കുന്നത് ഓരോ ഹല്ലേലൂയ കതിരുകൾ ആ നെല്ലിൽ നിന്ന് വന്ന ആ വലിയ ഒരു മണിയല്ല, മൊത്തത്തിൽ അത് പെറുക്കാൻ തുടങ്ങി. പിന്നീടാകാൻ തുടങ്ങിയപ്പോൾ ഒരു കെട്ട് കൈ വരാൻ തുടങ്ങി. പിന്നീട് ഒരു കറ്റ വരാൻ തുടങ്ങി. പിന്നീട് അവൾക്ക് മനസ്സിലായത് ഈ കറ്റ ഈ വയലിൽ നിൽക്കുന്നതോ ആ വയലോടെ നിന്റെ സമ്പത്താക്കി മാറ്റാൻ പോകുകയാണ്. ഇതൊരു സമൃദ്ധിയുടെ ദൂതായതുകൊണ്ട് ഇതിൽ കുറച്ചെനിക്ക് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ചിലരെ നോക്കി വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, ഇത് ഭൗതിക നേട്ടത്തെ പറ്റി മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് ഒരു വലിയ വിളവെടുപ്പാണ്. ജനത്തെ വിശ്വാസത്താൽ നീ സ്വീകരിക്കുന്ന ഈ തീരുമാനത്തിൻ്റെ പിറകിൽ ഹല്ലേലൂയ ദൈവം ചിലരെ ഇങ്ങോട്ട് കൊണ്ടുവരും എന്നതിനൊരു ദൂതായി പറയുന്നു. ഓരോ വ്യക്തികളെ ആയിട്ട് പെറുക്കിക്കോ, പക്ഷെ അവസാനം വരുമ്പോൾ ഓരോ കുടുംബമാകും. ഹല്ലേലൂയ. വലിയ ഫാമിലികൾ പുറപ്പെട്ടു വരും. ഹല്ലേലൂയ. വലിയ കുടുംബങ്ങൾ പുറപ്പെട്ടു വരും. എത്ര പേർക്ക് അതിനെ സ്വീകരിക്കാൻ പറ്റും? അതുപോലെ അതിനെ സ്വീകരിച്ചോണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പറയുന്ന ദൂത്, ഇന്നലകളിലെ പരാജയങ്ങളെ നോക്കി നിൽക്കരുത്. ഇന്നലകളിലെ ബുദ്ധിമുട്ടുകളെ നോക്കി നിൽക്കരുത്. ഗെറ്റ് റെഡി. എടുത്ത തീരുമാനത്തിലേക്ക് നിന്റെ കാലുകൾ വെക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെ സ്റ്റെപ്പുകൾ ആരംഭിക്കും? എങ്ങനെ അടുത്ത പ്ലാനുകൾ ആയിരിക്കും? വീടിനകത്ത് ഇവിടെ പറയുന്ന ദൂത് എടുത്തു പറയണം. എത്ര പേര് പറയുന്നുണ്ട്? എത്ര പേര് പറയുന്നുണ്ട്? ഇവിടെ കേൾക്കുന്ന ദൂത്, നിന്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത്, ചലിക്കാതെ കിടക്കുന്ന നിന്റെ വീട്ടിലെ വിഷയങ്ങളെ നോക്കി പറയാൻ, അനകാതെ നടക്കുന്ന നിന്റെ വിഷയങ്ങളെ നോക്കി പറയാൻ. ഹല്ലേലൂയ. ഇന്ന് വരെ ചലിക്കത്തില്ലെന്ന് പറയുന്ന വിഷയങ്ങളെ നോക്കി പറയാൻ ദൈവത്തിന് പറ്റും. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, പറ്റും. ഹല്ലേലൂയ. പിറകോട്ട് ചിന്തിച്ചിട്ട് നിന്റെ ലൈഫ് മാറത്തില്ല, അവർ മാറാൻ ചാൻസ് ഇല്ല എന്നൊക്കെ ചിന്തിച്ചാൽ ഇല്ലെന്ന്. കാരണക്കാരനെ ദൈവം കൊണ്ടുവരും.
കാരണങ്ങളെ ദൈവം കൊണ്ടുവരും. ഹല്ലേലൂയ. ഒന്നുകൂടി പറഞ്ഞ്, ദൈവത്തിന് എങ്ങനെ പിടിക്കണമെന്ന് നന്നായി അറിയാം. നിങ്ങൾക്ക് എൻ്റെ പ്രസംഗം കേട്ടിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ യോനാ പ്രവാചകൻ്റെ പ്രസംഗം പോയി കേട്ടാൽ മതി. പുള്ളിക്കാരൻ നന്നായി പ്രസംഗിച്ചു തരും. ഹല്ലേലൂയ. എങ്ങനെ പിടിച്ചുകൊണ്ട് വരാൻ. നല്ല കൊളുത്താണ്, നല്ല തിമിംഗലത്തിൻ്റെ കൊളുത്തിട്ടാണ് പിടിച്ചത്. ഹല്ലേലൂയ. ഇന്ന് പകരം ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിർത്തുകയാണ്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് വിശ്വാസത്തെ ഞാൻ പറഞ്ഞു, തീരുമാനങ്ങളുടെ പിറകിൽ ദൈവം ഇറങ്ങാൻ പോവാ. ഇൻട്രൊഡക്ഷനിൽ നിൽക്കുകയാണ്. ഈ ഒന്ന് രണ്ട് കാര്യമൂടെ പറയാൻ ഇങ്ങനെ മനസ്സിനകത്ത് തെക്കട്ടി വരുന്നു. ക്ഷമിച്ചുകൊണ്ടത് നിങ്ങളത് കേൾക്കുക. ഈ രൂത്തിന്റെ മുന്നോട്ടുള്ള സ്റ്റെപ്പ് അന്ന് വരെയുള്ള അവളുടെ ചുറ്റുപാടുകളെ മുഴുവൻ തകർക്കുന്നതായിരുന്നു. ഇതിന്റെ പിറകിലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അവളുടെ ബാക്ക്ഗ്രൗണ്ടിലെ മോബാവിലെ ബാക്ക്ഗ്രൗണ്ട്. ഇതൊരു ദുരാത്മ വ്യാപാരമാണ്. ഈ വ്യാപാരത്തിന്റെ ഒരു എഫക്റ്റാണ് ഓർപ്പയെ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? പക്ഷേ രൂത്തിനെ അത് പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അവൾ ഫ്രീ ആയി. ഇതിനകത്ത് ഡെത്തിൽ കിടക്കുന്ന ഒരു ദൂതാണ്. ചിലരുടെ പ്രശ്നം ഇതാണ്, നീ എടുത്ത തീരുമാനത്തിനകത്തേക്ക് നിന്നെ നടത്താൻ കഴിയാത്ത ബാക്ക് സ്പിരിറ്റുകൾ, നിന്റെ ഇന്നലകളിലെ നിന്റെ പാരമ്പര്യത്തിന്റെ സ്പിരിറ്റുകൾ, അത് കർത്താവ് പൊളിക്കാൻ പോവാ. എനിക്കറിയത്തില്ല ഈ ചർച്ചിലാണോ പുറത്താണോന്ന് അറിയത്തില്ല. മോബാവിന്റെ ചരിത്രത്തിനകത്തെ ശാപങ്ങൾ, ആ ശാപങ്ങൾക്കകത്തേക്ക് ഓർപ്പ തിരിച്ചു പോകുമ്പോൾ അതിനെ ചവിട്ടി താഴ്ത്തിയാണ് രൂത്ത് പുറത്തു വരുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? നിന്റെ തലയ്ക്ക് മീതെ ഒരു വാക്തത്വം കിടപ്പുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം പഠിക്കുമ്പോൾ ആ പേരുകളുടെ ഇടയ്ക്ക് രൂത്തിൻ്റെ പേരുമുണ്ട്. എന്താണെന്നറിയാവോ? നീ കിടക്കുന്ന സ്ഥലം മോശമാണെങ്കിലും നിന്റെ തീരുമാനത്തിൻ്റെ പിറകിൽ ദൈവം ഇറങ്ങുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഒരു നസ്രായൻ്റെ ജനനം ഈ ലിസ്റ്റിൽപ്പെട്ടതാണ്. ഹല്ലേലൂയ. ഇത് പ്രസംഗിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഹല്ലേലൂയ. നീ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഹല്ലേലൂയ, നിനക്ക് വേണ്ടി അവൻ ജനിച്ചു, നിനക്ക് വേണ്ടി അവൻ ഭൂമിയിൽ ജീവിച്ചു, നിനക്ക് വേണ്ടി അവൻ മരിച്ചത് കൊണ്ട് ഒരു പാരമ്പര്യത്തിനും മോബാവ്യമല്ല, ഒരു പാരമ്പര്യത്തിനും നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. ഇന്നലകളിലെ നിന്റെ സമൃദ്ധിയിലേക്ക് വിടാതെ വണ്ണം തടഞ്ഞ നിന്റെ പാരമ്പര്യമാണെങ്കിൽ ക്രൂശിൽ മരിച്ച ക്രിസ്തുവിന്റെ യാഗത്താൽ നിനക്ക് പൂർണ്ണ ജയമുണ്ട്. എഴുന്നേറ്റോ ദൈവസന്നിധിയിൽ. എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ഒരു നിമിഷം ആരാധിച്ചു തുടങ്ങിക്കേ. ക്രൂശിലെ ജയത്തിൽ ഞാൻ ജയാളിയാണ്. എന്നിൽ മോബാവ്യമല്ല, ഒരു പാരമ്പര്യം പോലും നിലനിൽക്കില്ല. പറഞ്ഞു തുടങ്ങിക്കേ. എൻ്റെ പാരമ്പര്യത്തിൻ്റെ എല്ലാ പിന്മാറ്റ മനോഭാവങ്ങളെയും യേശു മുഖാന്തരം ഞാൻ ജയിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്റെ കുടുംബത്തിന്റെ, കുഞ്ഞുങ്ങളുടെ സാമ്പത്തികത്തിന്റെ, വിദ്യാഭ്യാസത്തിന്റെ ഇന്നലകളിൽ നിങ്ങളിൽ തുടങ്ങിയ, നിങ്ങളൊരു പാരമ്പര്യത്തെ പറയുമ്പോൾ നിങ്ങളുടെ പുറകിലാണ് പിടിക്കുന്നത്. പക്ഷേ ഞാൻ ഇന്ന് പറയട്ടെ, നിങ്ങൾ എടുത്തു വെച്ച തെറ്റായ സ്റ്റെപ്പ്, നിങ്ങൾ പോയ തെറ്റായ അക്രമക്കേടുകൾ നിങ്ങളുടെ അകത്തൂടെ ഒരു പറക്കാര, ഒരു മുള്ള് തുറന്നിട്ടുണ്ട്. അത് അടുത്ത തലമുറകളിലേക്കും നിന്നിലേക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. ഇന്ന് പകല് പറ, ഞാൻ അതിൻ്റെ കയ്പ് ഇപ്പോൾ വിടുകയാണ്. മോബാവിലേക്ക് ഹല്ലേലൂയ. മോബാവിൽ നിന്ന് നവോമി വിടുമ്പോൾ വിശ്വാസത്തോടെ പറയുന്നു ഹല്ലേലൂയ, അവള് കയ്പ് കൂടെ പിടിച്ചതുപോലെ അവൾ പറയുന്നത്. പക്ഷേ രൂത്തിന് പറയാനുള്ളത് ഹല്ലേലൂയ, ഞാൻ ഈ കയ്പിനി പിടിക്കുന്നില്ല. എൻ്റെ കയ്പ് മോബാവ്യമാണ്, അതിനെ ഞാൻ വിടുകയാണ്. എൻ്റെ കയ്പ് പാരമ്പര്യമാണ്, ഞാൻ അതിനെ വിടുകയാണ്. എൻ്റെ കയ്പ്
ഈ മോവാബ്യത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് കിട്ടിയതാണ്. ഇതേ വീട്ടിലാണ് ഞാൻ മരണത്തിൻ്റെ രുചി അറിഞ്ഞത്, ഇതേ വീട്ടിലാണ് ഞാൻ പ്രയാസം അനുഭവിച്ചത്. പക്ഷെ അത് മോവാബിലാണ് എനിക്കതിനെ കിട്ടിയത്. ഞാൻ അതിനെ അപ്പത്തിൻ്റെ ഭവനത്തിലിട്ട് അനുഭവിക്കാൻ ഈ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുകയാണ്. ഞാൻ പറയുന്നു, നീ കയറിയ അതേ കുടുംബം നിനക്ക് മോവാബിൽ വെച്ച് ദോഷമാണെങ്കിൽ, നീ കയറിയ അതേ കുടുംബം ബേത്ലഹേമിൽ നിനക്ക് അനുഗ്രഹമാണ്. ഈ ദൂത് ആരെയോ തൊടുന്നു. നീ ഏറിയ അതേ കുടുംബം മോവാബിനകത്ത് സാമ്പത്തിക നഷ്ടമാണെങ്കിൽ, നീ ഏറിയ അതേ കുടുംബം ബേത്ലഹേമിനകത്ത് സമൃദ്ധിയാ. നീ ഏറിയ അതേ കുടുംബം മോവാബിൽ മരണമാണെങ്കിൽ, നീ ഏറിയ അതേ കുടുംബം ബേത്ലഹേമിൽ ജീവനാണ്. കരമടിച്ച് ദൂതിലേക്ക് കയറിയേ, വിശ്വാസത്തിലേക്ക് കയറിയേ. നീ കയറി ഈ ചർച്ച് സമൃദ്ധിയിലേക്ക് കയറുന്ന, നീ കയറി ഇതേ കുടുംബം സമൃദ്ധിയിലേക്ക് കയറുന്ന ആ അന്തരീക്ഷം നിന്റെ മുമ്പിൽ തുറക്കട്ടെ. ഞാൻ ആത്മാവിൽ ചിലതിനെ ബ്രേക്ക് ചെയ്യുന്നു. ഇന്നലെയിലെ സകല പാരമ്പര്യത്തിൻ്റെ ശക്തിയെയും നസ്രായനായ ക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗത്താൽ ഇന്ന് ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് പുതിയ തീരുമാനത്തിലേക്കും വഴിയിലേക്കും കയറുന്നു. പരിശുദ്ധാത്മാ ഇതിന് തുണനിന്നതിനായി സ്തോത്രം. അത്ഭുതത്തിൻ്റെ, അടയാളത്തിൻ്റെ അനുഭവങ്ങൾ ഞങ്ങളുടെ ലൈഫിനകത്ത് നൽകട്ടെ. നല്ല പിതാവേ, ഈ നല്ല നിമിഷത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കപ്പെട്ട ദൂതിന് മുമ്പ് ഞങ്ങളെ സമർപ്പിക്കുന്നു. നാഥാ, അങ്ങ് ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. കേട്ട ദൂത് പോലെ പാരമ്പര്യത്തിൻ്റെ വെല്ലുവിളികൾക്ക് ഇവരെ തൊടാൻ കഴിയാത്ത നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ അയക്കപ്പെട്ട